ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങ വെച്ചിട്ട് ഒരു ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. കണ്ണൂരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് ഒരു മാങ്ങ ആവശ്യമുണ്ട്. മാങ്ങ അത്യാവശ്യം വലിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാൻ. എൻ്റേത് അത്ര പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പഴുത്ത മാങ്ങ എടുത്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സമയത്ത് ഉടയ്ക്കാനൊന്ന് വിട്ടുപോയിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. 1/4 കപ്പ് തേങ്ങ, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 വറ്റൽമുളക് ഒന്ന് വാട്ടിയെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം, എന്നാൽ മാത്രം അത് അരഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, എരിവിനുള്ള മുളക് പൊടിയും ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ അരപ്പ് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ അരപ്പിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫൈനലി നമ്മൾ താളിപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നിങ്ങളുടെ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മധുരത്തോടു കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, മധുരം പുളിപ്പ് എല്ലാം കൂടി വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.